നമുക്കൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആയാലോ? ഇനി നമുക്ക് നമ്മുടെ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയാലോ? അപ്പോൾ എൻ്റെ അനിയൻ്റെ സെക്ഷൻ ഇതാണ്, പിന്നെ എൻ്റെ സെക്ഷൻ ഇതാണ്. രണ്ടാളുടെ സെക്ഷൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ ബാഗാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ സ്പെയർ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോ, എന്താണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നോട്ടും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവന് വയ്ക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോട്ടാണ് കേട്ടോ. ഒരുപാട് നോട്ടിട്ട് വെച്ചാൽ കുറച്ചധികം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് എല്ലാതും ഒരു ദിവസം കൊണ്ടുപോകാനുള്ളതല്ലല്ലോ, നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോകാം, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ബാഗ് പാക്കിങ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ അനിയൻ്റെ ബാഗിൽ ബുക്ക് നിറച്ച് കൊടുക്കുക. ഞാൻ ബുക്ക് വെച്ച് കൊടുക്കുകയാണ് അവൻ്റെ. അപ്പോൾ ബുക്കെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് ഒരു സൈഡിൽ, ടെക്സ്റ്റ് ബുക്ക് ഒരു സൈഡിൽ, നോട്ട് ബുക്ക് ഒരു സൈഡിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ നോട്ട് ബുക്കും ഒരു സൈഡിൽ വയ്ക്കുന്നത്. അപ്പോൾ പക്ഷേ അവൻ്റെ നെയിം സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാ എല്ലാ ടെക്സ്റ്റ് നോട്ട് വയ്ക്കുന്നത് എന്തിനാ വെച്ചാലുണ്ടല്ലോ, അതിലവന് സബ്ജക്റ്റ് എഴുതി കൊടുക്കും ടീച്ചേഴ്സ്. അപ്പോൾ അവന് അറിയില്ലല്ലോ ഏതൊക്കെ കൊണ്ടുകൊണ്ടെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ് അവൻ്റെ നോട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബാക്കിലാണ്, നോട്ട് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സെറ്റായി, കുറച്ചധികം നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ എന്താണെന്ന് അറിയോ എനിക്കറിയില്ല. ഇനി വേണമെങ്കിൽ ബുക്ക് കുറക്കെല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ബുക്കെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം കീറിയിട്ടില്ലല്ലോ, അത് ഊരാൻ നമുക്ക്. പിന്നെ അവൻ്റെ റഫ് നോട്ടാണ് ഗൈസ്. റഫ് നോട്ട് അവന് ബ്ലൂ ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ക്ലാസ്മേറ്റിൻ്റെ ആണ് നല്ലതൊക്കെ, ക്ലാസ്മേറ്റിൻ്റെ ആണ് ഇഷ്ടം. അപ്പോൾ അവൻ്റെ പേര് എഴുതിയിട്ടില്ല, ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ടേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ പേര് എഴുതി കൊടുക്കാൻ പോവാണ്. അവൻ്റെ പേര് മുഹമ്മദ് ജഹാംഗീർ എന്നാണ് ഗൈസ്. അവൻ പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിനും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു റഫ് നോട്ടാണ് അവൻ നാളെ അടുത്തൊന്ന് കൊടുത്തയക്ക് വന്നത്. അപ്പോൾ അവൻ്റെ റഫ് നോട്ടാണ് കേട്ടോ. ക്ലാസ്മേറ്റിൻ്റെ റഫ് നോട്ടും കൂടി അവൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഡയറി എല്ലാം ഉണ്ട് കേട്ടോ അവൻ ഓൾറെഡി. അപ്പോൾ ഡയറി അപ്പോൾ അങ്ങനെ റഫ് നോട്ട് സെറ്റാക്കി. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അവൻ്റെ ബോക്സ് ആണ്. ബോക്സ് ഉണ്ട് അതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗുഡ് ബോയ് ആൻഡ് പി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇതിലാണ് കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വരും ഗൈസ്. നമ്മൾ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അതേ ഫസ്റ്റ് വന്നിട്ട് അവൻ്റെ ഒരു സ്കെയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലൊരു ഡോമസിന്റെ സ്കെയിലാട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അടിയിൽ വെക്കണ്ട, ഈ മെയിൻ ഐറ്റംസ് ഒന്നും അടിയിൽ വെക്കണ്ടല്ലേ. ഇതേ ഒരു സ്കെയില് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു പർപ്പിൾ, എൻ്റെ അടുത്ത് ഒരു ബ്ലൂ കളറൊക്കെ ഒരു പെൻസിലാണ്, പർപ്പിളാണ് പക്ഷേ കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ബ്ലൂ ഞാൻ നോക്കിയിട്ടോ, പെൻസിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പർപ്പിൾ കളർ എടുത്തത്. ഗുഡ് ബോയ് ആയിട്ട് ഇങ്ങനെ മാച്ച് ആക്കുന്നത്. അപ്പോൾ പെൻസിലും വെച്ച് കൊടുക്കുന്നുണ്ട്. പെൻസിൽ ഫസ്റ്റ് വെച്ച് കൊടുക്കാം. 1 പെൻസിൽ പോരെ, അത് മതിയോ? ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഒരു കട്ടറാണ് വെച്ച് കൊടുക്കുന്നത്. സാധനമാണ്. അതുപോലെ തന്നെ ഒരു ഡോമസിൻ്റെ റബ്ബറാണ് കേട്ടോ. അത് ബ്ലൂ ആണ്. അല്ല പിങ്ക് വൈറ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഒരു പേപ്പർ നോക്കും ബ്ലൂ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മളുടെ പെൻസിൽ വെച്ചിട്ടുള്ളത് പെൻസിൽ വെച്ചിട്ടുള്ളത്
അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി വല്ലതും വെച്ച് കൊടുക്കാനായിട്ടുണ്ടോ? ഒന്നുമില്ല കേട്ടോ, ഇനി ഒന്നുമില്ല. അത്ര തന്നെ, അതൊക്കെ കൊണ്ടുപോയി ഇത്ര അല്ല ആവശ്യമുള്ളൂ. അപ്പൊ അതാ ഇങ്ങനത്തെ ഒരു ബോക്സ്, അത് ഞാൻ ഫ്രണ്ട് പോർഷനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ഒരാളുടെ ബാഗ് പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോ നമ്മളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ബാഗ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമ്മുടെ ബാക്ക് ടു സ്കൂൾ, അതാണല്ലോ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒക്കെ ഇടണം വിചാരിക്കുന്നത്, പറ്റുമെങ്കിൽ ഇടാം. അപ്പൊ ഒരു ബാഗ് ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ ബാഗ് ഞാൻ അവിടെ സെറ്റ് ആക്കി. ഇനി ആരുടെയെന്ന് വെച്ചാൽ ഇനി എൻ്റെ ആയിട്ടുള്ളത്, ഇനി എൻ്റെ ആണുള്ളത്. ഈ സാധനം തനിയെ അഴിഞ്ഞു പോകുന്നു, ഞാൻ അയച്ചിട്ട് പോലില്ല കണ്ടോ, തനിയെ അഴിഞ്ഞു പോകുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഗൈസ് എൻ്റെ ബാഗാണ്. എനിക്ക് എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. റെയിൻകോട്ടൊക്കെ വെക്കണ്ടേ നമുക്ക്. എൻ്റെ അനിയൻ്റെ റെയിൻകോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാനില്ല ഗൈസ്. അപ്പോൾ അത് കിട്ടിയിട്ട് പിന്നെ അവൻ്റെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ കിട്ടി, അത് പിന്നെ വെക്കാം. അത് നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഓൾറെഡി വേണം. അപ്പോൾ ഈ കവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കെഞ്ഞുവടിയിൽ, എന്തിനാ വെച്ച് കൊടുക്കുന്നത്, നല്ല പിങ്ക് കളറാണല്ലോ, ചളി അയക്കും ഞാൻ പിന്നെ. ഞാൻ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ സബ്ജക്റ്റ് ഒക്കെ എനിക്ക് അറിയാലോ. ഈ സബ്ജക്ട്സ് ഒക്കെ ഞാനിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ്. കറക്റ്റൊക്കെ തന്നെയാണ്, എന്നാലും നമുക്ക് കൊണ്ടുപോവാം അല്ലേ. പിന്നെ എൻ്റെ ടെക്സ്റ്റ് ഒക്കെ കിട്ടുന്നത് കുറച്ച് സ്കൂൾ തുറന്നിട്ട് എനിക്ക് ടെക്സ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടെക്സ്റ്റ് പിന്നെ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾക്ക് നോട്ട് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് നോട്ട് വെക്കാം കേട്ടോ. നോട്ട് വെക്കുന്ന സ്ഥലത്ത് തന്നെ ഞാൻ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബാഗാക്കി വെച്ച് കൊടുക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പൊ കുറച്ച് നോട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്രയും നോട്ടൊന്നും നമുക്ക് സത്യം ഉണ്ടാവേണ്ട ആവശ്യമില്ല സ്കൂൾ തുറന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ. കാരണം ടൈം ടേബിൾ തരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അനിയൻ്റെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ നെക്സ്റ്റ് ബാക്കി കുറച്ച് എന്താ തല തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ, ചിലത് തല തിരിഞ്ഞതൊക്കെ ഒന്ന് സെറ്റാകട്ടെ. തല തിരിഞ്ഞ് കിടക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. തല തിരിഞ്ഞ് കിടക്കുന്നതൊക്കെ ഇഷ്ടം. എനിക്ക് നേരെ ഇങ്ങനത്തെ വെക്കണം. ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കീഴട്ടൊക്കെ നേരാക്കിയിട്ട് പോകണല്ലോ. എനിക്ക് നല്ലോണം ഇഷ്ടമാട്ടോ ബാഗ് പാക്കിങ്ങും സ്കൂൾ ഷോപ്പിങ്ങും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ അത് നിറച്ച് കഴിഞ്ഞു നമ്മുടെ ബാഗ് പുതുതായല്ലോ. അപ്പൊ ഇത് അടക്കണ്ട ഒരു കാര്യം കൂടി വെക്കാണ്ടല്ലോ. നമ്മുടെ മെയിൻ ആയിട്ടുള്ള റഫ് നോട്ടാണ്. ഇത് കാണാൻ എന്തൊരു ക്യൂട്ടാണ്, നല്ലോണം ഇഷ്ടപ്പെട്ടു. ക്ലാസ്മേറ്റിൻ്റെ ആണ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിലും പേര് എഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഇങ്ക് പെൻ ഉണ്ടായിരുന്നു എന്ന്. അതാണ് ഈ ഒരു ഇങ്ക് പെന്ന്. ഞാനതിൽ പേര് എഴുതി കൊടുക്കുകയാണ്. എൻ്റെ പേര് ഹിബ ഫാത്തിമ. അത് നിങ്ങൾക്കും അറിയില്ല എൻ്റെ പേരെന്താണ്. ഞാൻ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡ് ആട്ടോ. അപ്പോൾ ഞാൻ 7th സ്റ്റാൻഡേർഡ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ റോൾ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. റോൾ നമ്പർ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ട് ക്ലാസ്സൊക്കെ തുറന്നിട്ടേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂൾ പറഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ടീച്ചേഴ്സ് പറയുമ്പോഴാണ് ഞാൻ ഇതിലെഴുതുന്നത്. അപ്പം അങ്ങനെ സെറ്റാക്കി പിങ്ക് അല്ല അപ്പോൾ ആ ഒരു ബാഗ് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല എന്നല്ല, ഇനി ഉണ്ട്. ബുക്കുകളൊന്നും അങ്ങനെ വയ്ക്കാനായ സെറ്റാക്കിയല്ലോ. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ രണ്ട് സിപ്പിൽ വെച്ച് കൊടുക്കുന്നത് എൻ്റെ ടെക്സ്റ്റും നോട്ടാട്ടോ. ഇതിലും വെച്ച് കൊടുക്കുന്നത് എൻ്റെ ടെക്സ്റ്റും നോട്ടാ വെക്കുക. പിന്നെ ഞാൻ രണ്ടിലും
ടെക്സ്റ്റ് ഹാഫ് ആക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഇവിടെ നമുക്ക് പാക്ക് ചെയ്യണം. ഈ ഒരു സിബില് പിന്നെ ഇവിടെ പാക്ക് ചെയ്യാനുള്ളത്. ഇവിടെ വേറെ സാധനങ്ങൾ വെക്കാണ്ട്. ഫസ്റ്റ് ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളെ മെയിൻ ഐറ്റംസ് ആണ് ഗൈസ്. ഇവിടെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പൗച്ചാണ്. പൗച്ച് ആൻഡ് ജോമെട്രി ബോക്സ്. അപ്പോൾ നമ്മുടെ പൗച്ചാണിത്. എനിക്ക് ഇത് പൗച്ച് പാക്ക് അതാണ് മെയിനായിട്ട് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടം ഗൈസ്. അപ്പോൾ എനിക്ക് കൂട്ടായിട്ടുള്ള പൗച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലുള്ള സ്പോഞ്ച് മാറ്റുമ്പോൾ നിൽക്കുന്ന സാധനം നല്ല സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ലേ. ഈ രണ്ട് സ്പോഞ്ച് നമുക്ക് എനിക്കിതിന് മണം ഇഷ്ടമല്ല. സ്പോഞ്ച് എടുത്തപ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെയാണുള്ളത്. പക്ഷേ ക്വാളിറ്റി ആട്ടത്. ഇനി നമുക്ക് നമ്മുടെ ബോക്സ് പാക്കിംഗ് ചെയ്യാം. എന്താ ഇപ്പം ചെയ്യേണ്ടത്? പാക്കിംഗ് തന്നെ ചെയ്യേണ്ടത്. പക്ഷെ നമുക്കൊരു പേപ്പറൊക്കെ വേണം. ഒന്നും വേണ്ട, തുടങ്ങാം ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് എണ്ണയായിട്ട് നമ്മൾ വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് 1 പെൻസിൽ. പക്ഷെ ഞാൻ ഇത് കുറച്ച് ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ഷാർപ്പ് ചെയ്യല്ലേ, അതെങ്ങനെ ഷാർപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഇതാണ് കൊണ്ടുവന്നത്. ഷാർപ്പ് ചെയ്യാൻ ഗൈസ് ഒരു യൂണിക്കോണിൻ്റെ പെൻസിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ. ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫ്രണ്ട്സ്, ഇതെന്താ മോനെ പൊട്ടിപ്പോകുന്നുണ്ടോ? പൊട്ടിപ്പോണു അതറിയുന്നില്ല. അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മെല്ലെ അങ്ങനെ ഷാർപ്പ് ചെയ്ത് എടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ എൻ്റെ ബാഗ് പാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. കാണുന്നില്ല, ഇപ്പൊ കാണുന്നില്ലേ? അയ്യോ, എൻ്റെ പെൻസിൽ ഞാനിപ്പോൾ ഷാർപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഗൈസ്. എൻ്റെ പെൻസിൽ ഇത്രയും ഗൈസ് എന്താ വെച്ചത് ഷാർപ്പ് ചെയ്താലും മറിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഈ പെൻസിലൊക്കെ എനിക്കിതിൽ വെക്കാൻ നല്ല പേടിയായിരുന്നു ഗായ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, എനിക്കൊരു കണ്ണാടി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു ഒരു ഗ്ലാസ്. അതിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. എൻ്റെ ഇങ്ക് പെൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ടേക്കാൻ വെച്ചു. ബോൾ പെൻ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിലോട്ടുണ്ടത് ഈ ഒരു ഇങ്ക് പെന്നും ഇത് മാത്രം മതിയാവും. ഷാർപ്നറും ഇട്ടേക്കാല്ലേ, കാരണം എന്താ വെച്ചാൽ അതിലിങ്ങനെ പൊടിയായിരുന്നു. കാരണം അപ്പോഴും പിങ്ക് കളർ അങ്ങനെ അലക്കാണ്ട് എടുത്തു. അതുകൊണ്ടാണ് കേസ് അങ്ങനെ. അതുകൊണ്ട് തന്നെ എനിക്ക് സെറ്റാക്കി ഇതിൽ ഞാൻ എൻ്റെ ഷാർപ്നറും പെൻസിലും ഇങ്ക് പെൻ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. സെറ്റാക്കി ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഇതുപോലെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല എക്സൈറ്റ്മെൻറ്റാട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്കെയിൽ വേണ്ടേ? സ്കെയിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനൊന്നും വരുന്നില്ല. ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടൊക്കെയാണ് എൻ്റെ കഥ. ഓൾറെഡി ജോമെട്രി ബോക്സ് ഉണ്ട്. വെറുതെ എന്തിനാ ഒരു സ്കെയിൽ മേടിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എനിക്കിഷ്ടം. ക്യാമിൽ ആൻഡ് ഡോമസും ക്യാമിലും ഏതെങ്കിലും ഒന്ന് എനിക്കിഷ്ടമാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ സ്വന്തം ക്യാമിലിൻ്റെ
കാലമിൻ ക്യാമലിൻ അതെ ഈ ഒരു സ്കെയിലാണ് എനിക്ക് സാധാ ഇങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയി നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പൊ എന്റെ പെൻസിലിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നി വീണ്ടും മരപ്പട്ടികയായി എന്താ ഞാൻ ചെയ്തിട്ട്. അപ്പൊ നമ്മളൊരു പിങ്ക് കളർ പെൻസിൽ ഒന്നും കൂടി ഉണ്ട്. ഇതുണ്ട് മറ്റേ കൊണ്ടുപോകണോ? അപ്പൊ എന്താ ചെയ്യണ്ട്? അപ്പൊ ഞാൻ വിചാരിച്ചു എന്തപ്പോ ചെയ്യണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാന്. അപ്പൊ ഈ പെൻസിൽ ഞാൻ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് ഷാർപ്പ് ചെയ്യാൻ എടുക്കണേ, പെട്ടെന്ന് എടുക്കണേ. എന്നാലും നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതാണ് എന്റെ കട്ടർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതൊക്കെയാണ് എന്റെ കട്ടർ. അപ്പൊ ഞാൻ ഇത് ഷാർപ്പ് ചെയ്ത് ഫ്രണ്ട്സ്, ഞാനിത് എന്റെ പെൻസിൽ ഷാർപ്പ് ചെയ്തു. അയ്യോ ഫ്രണ്ട്സ്, ഇത് ഇതിനുള്ളിൽ കൊള്ളുമോ? കൊള്ളൂന്നാവ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളിപ്പിക്കാം നമുക്ക്. എങ്ങനെയാ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ക്യാപ്പ് വെക്കണം. എന്തേലും ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഞാൻ അതിലിട്ടു ഗൈസ്. ഇനി ഇതെങ്ങനെ മൂടും? എങ്ങനെയും മൂടിയ ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള പെൻസിൽ ഏതാ വെച്ചാൽ എൽസന്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പെൻസിൽ. അങ്ങനെയൊക്കെ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അതിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതൊരു എറേസർ ആണ്. കുറേ ടൈപ്പ് എറേസർ ഉണ്ട്. അപ്പൊ ഞാനിതില് യൂണിക്കോൺ എടുക്കാം. പക്ഷെ ഞാൻ എടുക്കുന്നത് ഒരു പിങ്ക് മെർമിഡിന്റെ ആണ് കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ അനിയന് കൊടുത്തു. അപ്പൊ എൻ്റെ ഈ ഒരു മെർമിഡിന്റെ ഒരു എറേസറാണ് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ആ ഒരു എറേസർ വെച്ചു. ഇങ്ക് പെൻ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത സാധനം. അപ്പൊ ഞാൻ വിചാരിക്കാണ് പെൻസിൽ ഒരു കവറില്, പിന്നെ അല്ലെങ്കിൽ പെൻസിൽ ഒന്നില്ലെങ്കിൽ ഒരു ക്യാപ്പ് ഉണ്ടാക്കണം. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. കുത്തി കൊടുക്കരുതേ. ഇങ്ക് പെന്ന് വേണമെങ്കിൽ അങ്ങനെ വെക്കാട്ടോ. ഇങ്ക് പെൻ ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ചെറിയ വിശ്വാസക്കുറവാണ് ഗൈസ് എനിക്ക്. എന്നാലും ഞാൻ ഇങ്ക് പെൻ അങ്ങനെ വെച്ചു കൊടുക്കാൻ ഒരു വിശ്വാസക്കുറവാണ്. ഞാൻ വെക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാനിത് അതിനെ തിരിച്ചു വെച്ചു കൊടുത്ത് നമുക്കിതിൻ്റെ മുന്നിൽ ഇതിൽ വെക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് വെക്കാം. ഗൈസ് ഈ ഒരു സാധനത്തിനുള്ളിൽ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ഞാനിപ്പോൾ ചെയ്യുന്നത്? ഇതിങ്ങനെയുള്ളതാണോ? ചെറിയ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ സാധാരണ ഇപ്പോൾ എങ്ങനെയാ വെക്കാറുള്ളത്, എവിടെ വെക്കുന്നത് അവിടെ തന്നെ വെച്ചു. പിന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്ഥലം സ്പേസ് ഒന്നും മാറ്റുന്നില്ല. ഇനി നമ്മൾ പെന്നാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോ പിൻ പോയിന്റിന്റെ പെന്നാണ് എനിക്കിഷ്ടം. ബോൾ പിന്ന്, അയ്യോ ബോൾ പിന്ന് ഞാൻ പറയാൻ പിൻ പോയിന്റ് അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പെന്ന് 2 പെന്ന് വെക്കണോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. 2 പെന്ന് വെച്ചാലോ? ഇതാണ് നമ്മളുടെ ടെക്നോ ടിപ്പിന്റെ ഒരു പെന്നും കൂടി നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട്. 2 പെന്നിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ബ്ലാക്ക്
ഈ ഒരു ബ്ലാക്ക് ഞാൻ ഇത് ഈ പെണ്ണ് മേടിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു പെണ്ണുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഒരു പെണ്ണ് എടുത്തിട്ടുണ്ട്. വുഡിൻ്റെയാണ്. പെണ്ണായിട്ട് വെച്ച് കൊടുക്കാനുള്ളത് ഷാർപ്പ്നറാണ് ഗൈസ്. ഷാർപ്പ്നർ ഇതിനുള്ളിലുണ്ടാണ്. ഷാർപ്പ്നർ അങ്ങനെയുള്ള ഐറ്റംസ് മെയിൻ നമ്മൾ വെച്ചെടുക്കാനായിട്ട് മെയിനല്ല ഈ ചെളി പിടിക്കുന്ന പിന്നായിട്ട് ഇനിയിപ്പോൾ എന്താ വെച്ചെടുക്കാനുള്ളത് ഈ ഒരു ബോക്സിൽ ഇപ്പോഴാണ് കേട്ടോ നമ്മളെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഇത്. ഈ ഒരു രണ്ട് സാധനങ്ങൾ ആ സാധനം ഞാൻ പിന്നെ കാണിക്കാതെ ഹൈലൈറ്റർ ആണ്. അപ്പോൾ ഇത് നമ്മൾ സെൽഫിൻ വെക്കണ്ടേ എന്തൊക്കാനാണ് ഈ ഒരു ഇത് തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ കുറച്ച് പഠിക്കും. ഇത് കഷ്ടപ്പെട്ടത് ഇവിടെ മാത്രം പറഞ്ഞാണ് ഗൈസ്. അതാണ് കുറച്ച് പാടുന്നൊക്കെ പറഞ്ഞത്. ഇത് ഈ ഒരു പിങ്ക് കളറാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പിങ്ക് കളർ നമ്മുടെ ബാഗ് പിങ്ക് ആണല്ലോ. അപ്പോൾ പിങ്ക് കൊണ്ടുവന്ന ആർക്കല്ല നല്ലത്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പിങ്ക് എടുക്കുന്നത്. മുടി വേണേ ഇങ്ങനെ കുത്തുന്ന മുടി നമ്മളെ കുത്തുന്നുണ്ട് ഗൈസ്. പിങ്ക് കളർ ജെൽ പെന്നും വെച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹൈലൈറ്റർ ആണ്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഹൈലൈറ്റർ വെച്ച് കൊടുക്കുക. രണ്ടും കൂടി നമ്മൾ എടുക്കുന്നില്ല. ഞാൻ അതിൽ ഓറഞ്ച് ആട്ടോ എടുക്കുന്നത്. കുറച്ചും കൂടി മാച്ച് ആവാൻ പിങ്ക് കിട്ടിയില്ലെങ്കിലും ഓറഞ്ച് ആണ്. എനിക്ക് എന്തായാലും നല്ല സന്തോഷമായിരുന്നു. ഓറഞ്ച് കിട്ടുന്നില്ല. നമ്മുടെ ജെൽപ്പിൻ നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടില്ല ഗായ്സ്. അത് എഴുതുന്നുണ്ടോ എന്ന് ടെക്സ്റ്റ് ചെയ്യണം. ഇങ്ങനെ വേറെ എടുക്കണല്ലോ. ഷാളിൻ്റെ അറ്റ ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മളെ ഹൈലൈറ്റർ ഉണ്ടാവും എന്നറിയാനേ ഇങ്ങനെ ഉണ്ടാവും. ഒരു നല്ല ഭംഗിയുള്ള ഒരു നല്ല ലൈറ്റ്. അപ്പൊ നമ്മളൊന്ന് പൗസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റർ സൂപ്പർ ആയിട്ടാണ്. അപ്പോൾ ഹൈലൈറ്റർ ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ പെണ്ണ് ടെക്സ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ടൊക്കെ അവിടെ പോയി കിടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നല്ല ജെൽപ്പിന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സ്മൂത്താണ് ഗൈസ്. സെല്ലോൻ്റെ ആട്ടോ. സെല്ലോന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെല്ലോൻ്റെ എനിക്ക് അറിയത്തില്ലെന്നാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പൗച്ചിൽ ഒരുപാട് സാധനം ലോഡായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മള് പൗച്ച് പാക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതുകൊണ്ടാണ്ട് ഒരു നല്ല ലുക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ അങ്ങനെ നേരത്തെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ പാക്ക് ചെയ്യാനുള്ളത്? ഇനിയിപ്പോ എവിടെ വെച്ചാൽ ഓൾറെഡി ഊരിക്കണക്കാണ്. ഇവിടെയാണ് കേസ്. ഇവിടെ കണ്ടിട്ട് കൈയിന്റെ അടയാളം കാണുന്നുണ്ടേ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യം കൊണ്ടാവാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ജോമെട്രി ബോക്സ് ഒക്കെ മറന്നു ഗൈസ്. ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ അവസാനം സാധനങ്ങൾ വെച്ചാൽ അപ്പൊ ജോമെട്രി ബോക്സ് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി നമ്മൾ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചു. അപ്പോ ഇനി നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് നല്ല സ്വഭാവമൊക്കെ വേണമല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കൈവാഷ് ചെയ്യുക, നല്ല കുട്ടിക്ക് നടക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ആലോചിച്ചു ഓൾറെഡി അതിനകത്ത് പിങ്ക് നോട്ട് ഉണ്ട്. ഇതാണ് ഗൈസ്. ഇത്
ഉണ്ടാവണ്ട, ഇത് മാസത്തേക്ക് ഉണ്ടാവാം. അപ്പോൾ അതെ ഞാൻ എല്ലാത്തിനും ഓരോ നോട്ട്, ഈ ഒരു നോട്ട് വെച്ച് കൊടുക്കാം. മിനി നോട്ട് ആവശ്യം വരുമേ, വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു നോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ആവശ്യം വരും. നെക്സ്റ്റ് എൻ്റെ ഒരു സാനിറ്റൈസർ അറ്റാച്ച് കൊടുക്കുന്നത്. സാനിറ്റൈസർ ലീക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൗച്ച് ബാഗ് വെച്ചിട്ടുള്ളത്. പിങ്ക് ആണ്, നമ്മൾ ആ ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു പിങ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിൽ വായിച്ചപ്പോൾ എന്തോ ട്രാൻസ്പെറൻറ്റ് കളറായി, എന്നാലും ഒരു ലൈറ്റ് പിങ്ക് പോലെ എൻ്റെ കണ്ട പ്രശ്നമാവും, ലൈറ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞ പൗച്ചിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അതും അതിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു പേപ്പർ സോപ്പും കൂടി ആയാലോ. പേപ്പർ സോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടോ? ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വട്ടം മീൻസ് നമ്മുടെ പാക്ക് ഷോപ്പിംഗ് ഇതുപോലെ തന്നെയാണല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കാനാ? പാലറ്റൊക്കെ പിന്നെ കൊണ്ടുപോകണ്ടേ. എനിക്ക് ഡ്രോയിങ് ബുക്കിനോട് ഒരുപാട് ഇഷ്ടമാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഡ്രോയിങ് ബുക്ക് എടുത്താലോ? അപ്പൊ എന്റെ പാലറ്റ് കണ്ടില്ലേ, മീൻസ് നമ്മുടെ വാട്ടർ കളർ ചെക്കിങ് നമ്മള് പിങ്ക് ആയതുകൊണ്ട് ചെക്ക് ചെയ്യുന്നതല്ലേ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇവിടെ പകരുമ്പോൾ വെച്ച് കഴിഞ്ഞു. ഗമ്മ് വേണോ വേണ്ടയോ എന്നാണെങ്കിൽ വേണ്ട. സത്യം പറഞ്ഞ അവിടെ പോയി നമ്മൾ എന്താ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പഠിക്കാൻ ഇനി നമുക്ക് കുറച്ച് ടിഷ്യൂസ് വെച്ച് കൊടുക്കണം. പെയിനായിട്ട് ഒരു ചെറിയ ബോക്സിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് മേക്കോർ എന്തൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട്. കവായി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂ വെച്ച് കൊടുക്കാം. ഞാൻ ടിഷ്യൂ എടുത്തിട്ട് വരാവേ. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സെറ്റ് കേട്ടോ, നമ്മുടെ ബാഗ്. അപ്പൊ നമ്മുടെ ബാഗിൽ നമ്മുടെ ടിഷ്യൂ വെച്ച് കൊടുക്കണമല്ലോ. ഞാൻ ടിഷ്യൂ കൊടുക്കാൻ വേണ്ടി പോയതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കുറച്ച് ടിഷ്യൂ നമ്മൾ മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അതാ കൊണ്ടുട്ടോ, കൊണ്ടിട്ടുണ്ട്. ആവശ്യമുള്ളപ്പെടുത്ത് യൂസ് ചെയ്യണം നമ്മൾ. വല്ല ഇങ്കും നമ്മളെ കയ്യിലായി കഴിഞ്ഞാൽ ബാഗിലായി സങ്കടമല്ലേ. അതുകൊണ്ട് തന്നെ തുടക്കാനായിട്ടുള്ളൊരു ടിഷ്യൂ ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് തുടക്കാം. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ നിന്നോട് കുത്തി തിരികിയിട്ടൊന്നുമില്ല. ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ടീച്ചർ അടിപൊളി നമ്മൾ ചീത്ത പറയും. ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ്. ഞാനിങ്ങനെ ആലോചിക്കാണ് ഗ്ലൂ വേണോ വേണ്ടേ ആവശ്യമുണ്ടെങ്കിൽ വന്ന് എടുക്കാം. അപ്പോ എന്തായാലും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീണ്ടും പറഞ്ഞു ഗൈസ്. ഞാൻ ഷോപ്പിംഗ് നമ്മുടെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി നമുക്ക് ബാക്ക് ടു സ്കൂൾ വീഡിയോ മാത്രം ചെയ്യാനുള്ളൂ. എനിക്ക് എൻ്റെ സ്കൂള് നാളെ തന്നെ തുറന്നാൽ മതി, ഇന്ന് തന്നെ തുറന്നാൽ മതി. എനിക്ക് സ്കൂളിൽ പോകുന്നത് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമായി, എനിക്കുള്ള പിന്നെ കുട്ടികൾക്ക് അല്ലേ. ഇത് എൻ്റെ ബാഗ് കണ്ടോ ഗൈസ്, ഇതാണ് എങ്ങനെയാണ് എൻ്റെ ബാഗ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് നമ്മൾ പറഞ്ഞിട്ടില്ല, വളരെ സന്തോഷമാണ്. ഇതെങ്ങനെ ഇവിടെ ലഞ്ച് ബോക്സിൻ്റെ ഒരു ഷേപ്പിലാണ് ബോക്സിൻ്റെ കാർഡ് തന്നിട്ടുണ്ട് ഗൈസ്. ദൂരാൻ പറ്റുന്നില്ല. സെറ്റ് അല്ല
വരുന്നു. ഗൈസ് കണ്ടോ, വീണ്ടും വീണ്ടും ഗൈസ്, വീണ്ടും പിന്നെ ഞാൻ ഇത് ചെയ്യാനാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും ബാക്ക് പാക്കിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബൈ. അപ്പൊ എല്ലാവരും വീഡിയോ കമന്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.